എവിടെ പോയി ഇതിനിടയ്ക്ക് എവിടെയാണ് പോയത് മോൻ? മോനോട് ആ സിഗരറ്റിന്റെ അവിടെ പോയിട്ട് കൂട്ടിയിട്ട് കത്ത് ചാവ് പിടിക്കണമെന്ന് പരാതി കേട്ടല്ലോ, ശരിയാണോ? ആണോ? ജാൻമണിയോട് വന്നിരിക്കുന്നത് സിഗരറ്റ് മാത്രം വലിക്കാനാണോ? എന്താണ് ജാൻമണിയുടെ ഉദ്ദേശം? ജാൻമണി ഇവിടെ രാത്രി ബിഗ് ബോസിന്റെ സമയം മാറ്റാൻ ജാൻമണി പറഞ്ഞെന്ന് കേട്ടല്ലോ, ശരിയാണോ? രാത്രി മൊത്തം ഈ ആൾക്കാർക്ക് ഇറങ്ങി നടന്നിട്ട് രാവിലെ കിടന്ന് ഉറങ്ങട്ടെന്നാണ് ജാൻമണിയുടെ അഭിപ്രായം കേട്ടോ. ജാൻമണി പറഞ്ഞ ശരിയാണോ? അങ്ങനെ ഉണ്ടോ ജാൻമണി? എന്താണ് മോനെ അതൊക്കെ ശരിയാക്കാം മോനെ. ആദ്യം ഒന്ന് മോനെ പവർ ടീമേ നിങ്ങൾ ആദ്യം ഒന്ന് ഇരിക്കും. അവിടെ ഇരിക്കും ഗബ്രി മൂലക്ക് ഇരിക്കും. കഴിഞ്ഞ ആഴ്ച മക്കളെ നിങ്ങൾ തമ്മിൽ തല്ലി പിന്നെ തീർക്ക്. അവിടെ ഇരിക്കും. കഴിഞ്ഞ ആഴ്ച ഇവിടെ കീയുടെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ കീ കാണാതെ പോയെന്ന് പറഞ്ഞല്ലോ. ആണോ? നിങ്ങളാണോ കീ കൊണ്ട് കളഞ്ഞത്? അല്ല ആരാ കീ കളഞ്ഞ? ആരാണ് ഇവിടെ? വീഡിയോ നോക്കിക്കോളൂ, ഞാനല്ല, ഇവരെല്ലാരും. ഇവിടെ ഈ കീ കളഞ്ഞ ആരാണെന്ന്, ഈ കീ എങ്ങനെയാണ് പോയെന്ന് അറിയാൻ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ആ കീ പോയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയുടെ കാണാം. ഓക്കെ, ആ കീ എവിടെ? ചേച്ചിയുടെ ബാഗ് നോക്കിയോ? അല്ല, ഞാൻ ആ സാധനങ്ങളൊക്കെ പിള്ളേരെ കൊണ്ട് എടുത്തു വെച്ചത്. പിള്ളേര് ബഹളം 1 മണിക്കൂറുണ്ട്. ഞാൻ അവിടെ വെളിയിലല്ല പോയി നോക്കി. നോക്കിയോ? ഇടയ്ക്ക് ഞാൻ തുടപ്പിക്കാൻ പോയതാണല്ലോ, അതിലായിരിക്കും ഒരു നാടവും ഇല്ല. എന്നെ പോയ സമയത്ത് എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യാനോ? നിഷാനയ്ക്ക് കൊടുത്തോ? എന്നാലും ഒന്ന് നോക്കണല്ലോ. അർജുനന് കൊടുത്തോ? ചേച്ചി ഇതെന്താ? അയ്യോ കൊഴുപ്പില്ല ചേച്ചി, ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല. ചാവി കിട്ടി. ബ്ലോക്ക് ചെയ്യുന്നു. എനിക്ക് പോകണം, എനിക്ക് വേണം, ഞാനിവിടെ നമ്മള് കീ എങ്ങനെയാണ് കളഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിക്കാം. ഓക്കെ ഗബ്രി, മോനെ നീറ്റേ, നാക്ക് നീട്ടിക്കേ. മോനെ തിങ്കൾ മുതൽ വെള്ളി വരെ അനക്കണം മോൻ. ഓക്കെ, തിങ്കൾ മുതൽ ഈ ഗബ്രിയുടെ വാഴപ്പിക്കുന്ന മിഷൻ എവിടെയാണ്? ഗബ്രിയുടെ വാഴപ്പിക്കുന്ന മിഷന്റെ നിർത്തുമോനെ. നീ ഈ ചോദിക്കാൻ പാടല്ലാണ്ട് നീ എപ്പോഴെങ്കിലും വാ തുറക്കും. അവിടെ ഇരിക്കും. യമുനയുടെ വിളിച്ചേട്ടൻ ബേക്കറിയൊക്കെ കണ്ടു. യമുന അതോട് ശ്രീലേക്ക് ഇപ്പൊ വീക്കായി. ആദ്യം ജാൻമണി ഇറങ്ങിപ്പോ. ആദ്യം ഇറങ്ങിപ്പോ. ഇവരെല്ലാരും പറഞ്ഞു പാല് വേണം. ബേക്കറി യമുന ഇറങ്ങിപ്പോ. സിജോനെ കൊണ്ടുപോ. ഇറങ്ങി സിജോനെ പോ. അടുത്ത പോ. ഗബ്രിക്ക് എന്താണ് ഉദ്ദേശം? ഞാൻ ഐസ്ക്രീം കഴിക്കണം. സോറി, ഗബ്രിയുടെ ഐസ്ക്രീം കഴിക്കാൻ ഇതേപോലെ മൂലക്കിരിക്കാനാണ് ഗബ്രിയുടെ വന്നത്. ചോക്ലേറ്റ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഗബ്രിയുടെ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം എന്ന് പറയാൻ മാത്രമാണോ വാ തുറക്കുന്നത്? ഞാൻ എല്ലാവർക്കും കൊടുക്കേണ്ട ഐസ്ക്രീം ചോക്ലേറ്റ് സുരേഷ് 2 മൂലകളല്ലാണ്ട് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മോൻ അവിടെയൊക്കെ പോയി ഇരുന്ന് നോക്കണം കേട്ടെ. മോൻ അപ്പോഴത്തെ 2 ക്യാമറയിൽ മാത്രമേ മോന്റെ ഫേസ് വരുന്നുള്ളൂ. വേറെ ക്യാമറയിൽ മോന്റെ ഫേസ് വന്നിട്ടില്ല. മോനത് മക്കളെല്ലാവരോടും ഇരുന്നേ. ഈ പവർ ടീം യൂസ് ചെയ്യും. നിങ്ങളുടെ പവർ യൂസ് ചെയ്യാൻ കണ്ടു. ആദ്യം നിൽക്കുന്ന സാധനം അവിടെ ഇരിക്കും. ഓവറാക്കല മക്കൾ അവിടെ ഇരിക്കും. ഓവർ കുറെ ബേക്കറി പ്രേക്ഷകരുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എവിക്ഷൻ പ്രക്രിയയിൽ പവർ ടീമിൽ നിന്ന് ഒരാളെ പുറത്താക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പവർ യമുനയുടെ വായിൽ എന്തെങ്കിലും കുത്തിക്കിട്ട് വെച്ചവിടെ
ആദ്യം നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഈ പവർ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പാട്ട് പാടിപ്പിക്കുക, കളിപ്പിക്കുക, ചിരിപ്പിക്കുക, പാത്രം കഴിപ്പിക്കുക, തറ തുടപ്പിക്കുക, അല്ലെങ്കിൽ പോയിട്ട് ഇതേപോലെ പാമ്പർ ചെയ്യുക. ഇതൊന്നുമല്ല പവർ ടീമിന്റെ യഥാർത്ഥ പവർ എന്ന് പറയുന്നത്. അതാദ്യം പവർ ടീം മനസ്സിലാക്കുക. അപ്പൊ പ്രേക്ഷക വിധി പ്രകാരം ഇത്തവണ 5 പേരിൽ നിന്ന് നിങ്ങൾ 5 പേർ, അതായത് ജാസ്മിൻ ഉണ്ട്, ജാൻമണി ഉണ്ട്, ശ്രീരേഖയുണ്ട്, ഗബ്രി ഉണ്ട്, യമനി ഉണ്ട്. ഇതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ പുറത്തേക്ക് പോകേണ്ട ആളുടെ പേര് ഇവിടെ ഞാൻ വായിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ പുറത്തേക്ക് പോകേണ്ടതാണ്. ഇറങ്ങിപ്പോക്കും മക്കളെ, എല്ലാ പവർ ടീം എല്ലാവരും ഇറങ്ങിപ്പോക്കും. പവർ ടീമിൽ നിന്ന് ഒരാൾ ഈ ആഴ്ച പുറത്തു പോകുന്നതാണ്. അത് ആര് പുറത്തു പോകണമെന്ന് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, എന്നാലും ഞാൻ തീരുമാനിക്കും ഫുഡ് എന്താ അടുക്കളയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഈ പവർ ഉള്ള ആളല്ലേനോ, അതാണ്.